പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. കർത്താവിൻ്റെ ദിവസമാണ്. നിങ്ങളെ രാത്രി പാതിരയ്ക്ക് കുർബാനയ്ക്ക് പോയവരാണ് 10:15. അതുകൊണ്ട് ഇന്ന് VBS കുറയാൻ സാധ്യതയുണ്ടെന്നൊക്കെ എനിക്കറിയാം. എങ്കിലും നിങ്ങളിപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിലും എപ്പോഴാണിത് കൂടുന്നതെന്തെങ്കിലും ഷെയർ ചെയ്യാൻ നോക്കിയേക്കണം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇവിടെ നിയോഗം പറയുക മക്കളെ. പ്രാർത്ഥന ആവശ്യങ്ങൾ സമർപ്പിക്കുക. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഭക്തിയോടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നല്ല ദിവസവുമായിട്ട് കർത്താവിൻ്റെ അനുഗ്രഹം ഇപ്പം നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു എന്നാണ്. ഇപ്പം ക്രിസ്മസിൻ്റെ മൗലിക വികാരം സന്തോഷം തന്നെയാണ്. കാലത്തൊഴുത്താണെങ്കിലും ശരി, വൈക്കോലിൻ്റെ പുറത്താണ് ഉണ്ണീശോ കിടക്കണമെങ്കിലും ശരി, പ്രാകൃതമായിട്ട് അട്ടടയന്മാർ വന്നതാണെങ്കിൽ ശരി, അമ്മയ്ക്കിന്ന് വെള്ളം പോലും കിട്ടിയിട്ടില്ലെങ്കിൽ ശരി, ക്രിസ്മസിൻ്റെ മൗലിക വികാരം സന്തോഷമാണ്. കാര്യം എന്താ? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. കർത്താവേ, നിൻ്റെ സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും കർത്താവെ നീ ആശീർവദിക്കണമേ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കർത്താവെ ഇപ്പോഴ് എല്ലാ വ്യക്തികൾ, ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, സഹോദരങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ എത്തിയിട്ടുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ആശീർവദിക്കണമേ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കാര്യം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ നീ ആശീർവദിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ നക്ഷത്രം നീ ഉദിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉണ്ണീശോ പിറന്ന ദിവസം പിറവിയുടെ പ്രഭാതത്തിൽ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ ആശീർവദിക്കണമേ. ഗർഭിണികളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ക്രിസ്മസിൻ്റെ ഈ സന്തോഷം കർത്താവെ നിലനിൽക്കാനും
കർത്താവ് എല്ലാവർക്കും അത് അനുഭവേദ്യമാകുവാനും കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കണം ഈശോയെ. എല്ലാ രോഗികളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക കടങ്ങളുടെ ബാധ്യതയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസിൻ്റെ ദിവസം സന്തോഷമില്ലാത്തതിൻ്റെ പ്രത്യേക കാരണങ്ങളുള്ള കുടുംബങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെല്ലാം കർത്താവ് നിൻ്റെ സാന്ത്വനം നീ എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും അടിപ്പണ പോലെ വൈദാഘാതം ദൈവികമായ ശക്തി ഒഴുകട്ടെ. മാരകരോഗങ്ങൾ, തീരാവേദികളും ജീവിത ദുരിതങ്ങളും യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധ ദേവമാതാവിൻ്റെ ആത്മീയമായ ശക്തിയാൽ നിങ്ങൾ അഭിഷേകം ചെയ്യട്ടെ. ഏത് സാഹചര്യത്തെയും നേരിടുവാനും ദൈവത്തിൻ്റെ തിരുമനസ്സനുസരിച്ച് പ്രവർത്തിക്കുവാനും തൻ്റെ ഇടമുള്ള ഔഷധപിതാവിൻ്റെ ധൈര്യം, ആത്മധൈര്യം നിങ്ങൾ അഭിഷേകം ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, സാഹചര്യം എന്തു തന്നെയായാലും അത് അനുകൂലമായാലും പ്രതികൂലമായാലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്തോഷിക്കാനുള്ള വിശ്വാസത്തിൻ്റെ ആധ്യാത്മിക കൃപ നിങ്ങൾക്ക് ഒഴുകട്ടെ. Lord Jesus Christ, pour out His Spirit, like fire finger, soak with the precious blood. Lord, infuse His Spirit of power and grace. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ നിൻ്റെ ഭവനവും നിൻ്റെ എല്ലാ സംരംഭങ്ങളും ഉദ്യമങ്ങളും യേശുക്രിസ്തു നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയിൽ കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരെയും കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവെ വിശ്വാസ തീഷ്ണതയില്ലാതെ ക്രിസ്മസിന് പോലും ദേവാലയത്തിൽ പോകാതെ, കർത്താവിൻ്റെ ബലി പങ്കെടുക്കാതെ, ക്രൈസ്തവരുടെ സ്നേഹക്കൂട്ടായ്മ പങ്കെടുക്കാതെ വേറിട്ട് നിൽക്കുന്നവരും തിന്മകൾ അകപ്പെട്ടു പോയവരും ദൈവത്തെ അംഗീകരിക്കാത്ത ഗ്രൂപ്പിൽ അകപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികളുടെ മേലെല്ലാം മാനസാന്തത്തിന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ ആശീർവദിക്കപ്പെടട്ടെ. നിൻ്റെ ഹൃദയവും നിൻ്റെ മനസ്സും നിൻ്റെ ശരീരവും നിൻ്റെ ജീവിതവും നിൻ്റെ ചിന്തകളും നിൻ്റെ എല്ലാ പരിപാലനങ്ങളും നിൻ്റെ പദ്ധതികളും നിൻ്റെ പ്ലാനുകളും കർത്താവ് ആശീർവദിക്കട്ടെ. ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ്, ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ്, ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ആദ്യമേ തന്നെ ക്രിസ്മസിൻ്റെ 1000 തിരുനാൾ ആശംസകൾ. നമ്മളിന്ന് വായിക്കാൻ പോകുന്ന വചനം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും, ഉൽപ്പത്തി പുസ്തകം 41, തിരുവചനം 2-4 വായിക്കുന്നത്. പിറവി സന്ദേശം. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്ദോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഇനി നമുക്ക് അതിൻ്റെ കൂടെ വേറൊരു വചനം കൂടി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 41:2-4. കൊഴുത്ത അഴകുള്ള 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു. അവ പുൽത്തകിടിയിൽ മേഞ്ഞുകൊണ്ട് നിന്നു. മെലിഞ്ഞു വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. ഓക്കെ, ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്പം നിങ്ങളവർക്ക് ഇതെന്താണ് പൊന്നും മിറയും കുന്തിരിക്കവും കാഴ്ചവെച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ മെടുത്ത പശുക്കളും മെല്ലിച്ച പശുക്കളും എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇപ്പം കിട്ടിയ സന്ദേശമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ് ക്രിസ്മസ്. ഇപ്പം നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ക്രിസ്മസുമായിട്ട് ബോണസ് കിട്ടി അല്ലേ? ക്രിസ്മസ് സമയമായിട്ട് നിങ്ങൾക്ക് സമ്പത്ത് വരണ ദിവസമാണ്. അതുപോലെ തന്നെ അടിച്ചുപൊളിക്കാർ ക്രിസ്മസ് ഈ ഡിസംബർ 31 ആകുമ്പോൾ തന്നെ തെണ്ടികളെപ്പോലെ ഇരിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അതായത് സാമ്പത്തിക സുരക്ഷ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ ആര് കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കും. ഇപ്പോൾ ഔഷധപിതാവിനെ ഈ പൂജ്യരാജാക്കന്മാർ മാഗീസ് ജ്യോതിഷികൾ കൊണ്ടുവന്ന് കൊടുത്തത് എന്താണ്? ആദ്യം പറയുന്നത് പൊന്നാണ്, പിന്നെ എന്താ മീറ, പിന്നെ കുന്തിരിക്കം. അതിനകത്ത് ഏറ്റവും വിലയുള്ള എന്താണ്? പൊന്നാണ്. പൊന്ന് കിട്ടുമ്പോൾ തന്നെ ഔഷധപിതാവിന് നല്ല ബോധം വന്നിട്ടുണ്ട്. എന്താ കാര്യം? ഇനി അഫ്ലുവൻസ് ഉണ്ടായില്ലേ? അഫ്ലുവൻസ് ഉണ്ടായാൽ എപ്പോഴായാലും ഇതെല്ലാം വന്നതുപോലെ തന്നെ
ഇറങ്ങിപ്പോകും. വരവ് വന്നാൽ തീർച്ചയായിട്ടും വലിയൊരു ചെലവ് വരാൻ പോകുന്നതിൻ്റെ അർത്ഥം. മനസ്സിലായ? വരവ് വന്ന സ്വാഭാവികമായ അർത്ഥം എന്താണ്? ദൈവം നമുക്കൊരു അനുഗ്രഹം തന്ന് എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം അപ്പം തന്നെ അടിച്ചു പൊളിച്ച് അവസാനം നമ്മൾ തെണ്ടിത്തിരിഞ്ഞ് മറ്റൊരു കൈ നീട്ടി ധർമ്മക്കാരുടെ മാറാനല്ല. ഔസേപ്പിതാവ് ഇപ്പോൾ ഈ പൊന്ന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഔസേപ്പിതാവിന് ഈജിപ്തിൽ പോവുകയാണ്. അടുത്തത് ഈജിപ്തിലേക്ക് ഔസേപ്പിതാവ് പറഞ്ഞിട്ടില്ല. പ്രസവിക്കുമ്പോൾ തന്നെ ഈജിപ്തിൽ പോകണമെന്ന് പറയത്തില്ല. അതിൻ്റെ ഒരു തഞ്ചവും തായവും ഒക്കെ വന്നു കഴിയുമ്പോൾ ദൈവം പറയും, അസൈൻമെൻറ്റ് വേറെയാണ്, ഇനി നമ്മളിവിടെ നിൽക്കുന്നില്ല, നമ്മൾ തിരിച്ച് നമ്മൾ മറിച്ച് ഈജിപ്തിലോട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഔസേപ്പിതാവ് ഒരു മരപ്പണിക്കാരാണ്, നമുക്കറിയാം. ഈജിപ്തിലെ മരപ്പണികളും അതുപോലെ തന്നെ ഇസ്രായേലിലെ മരപ്പണികളും ഭയങ്കര അളവ് വ്യത്യാസമുണ്ട്. ഞാനൊരു 2 സ്ഥലത്തും പോലും പുരാതനമായ മ്യൂസിയങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇസ്രായേലിലുള്ള എല്ലാം ചെറിയ രീതിയിലുള്ള മാതാവിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അന്നത്തെ കൊരണ്ടിയൊക്കെ കിടപ്പുണ്ടാണ്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന തരം കൊരണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു ആ കാലത്ത്. എല്ലാം ചെറിയ അളവുകളാണ് ഉള്ളത്. പക്ഷെ നമ്മൾ പിരമിഡിൽ ചെല്ലുമ്പോൾ കാണുന്നത് പഴയ ഈ ബാർബർ ഷോപ്പിലൊക്കെ ഇരിക്കുന്ന തരം വലിയ കസേരകളാണ്. അത് നമ്മളിങ്ങനെ പിടിച്ച് വേറെ ഒന്നും ചവിട്ടിയ മധുര കസേര കയറാൻ പറ്റത്തുള്ളൂ. മേശയുടെ പക്കമുള്ള കസേര. അപ്പോൾ ഈ അളവൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഈ ഔസേപ്പിതാവ് ഇസ്രായേലിലെ പണിക്കാരനാണെങ്കിലും ഇനിയിപ്പോൾ ഈജിപ്തിലോട്ട് ചെല്ലുമ്പോൾ, ഈ കുഞ്ഞിനെ കൊണ്ട് ഈജിപ്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അളവൊന്നും പിടികിട്ടത്തില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഈ പണി പഠിക്കണ വരെ പണയം വെച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഈ പൊന്ന് കൊടുത്തിരിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് ഒരു വസ്തു വിറ്റ അല്ലെങ്കിൽ വേറെ റോഡ് ആൾക്കാർ സ്ഥലം എടുക്കുമ്പോൾ കുറേ കാശ് കിട്ടും. ചില പെൻഷൻ്റെ കാശെല്ലാം ഒരുമിച്ച് കിട്ടും. അപ്പം തന്നെ ഈ പെട്രോൾ വെയിലത്ത് വെച്ച് ആവിയാകണ പോലെ ആവിയാക്കേണ്ട കാര്യമില്ല. ഔസേപ്പിതാവിനെ വേണമെങ്കിൽ കുതിരക്ക് പോകാമായിരുന്നു, കുതിരയുടെ പുറത്ത് മാതാവിനെ കയറ്റി പോകാമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള അഭ്യാസമൊന്നും ഔസേപ്പിതാവ് കാണിക്കത്തില്ല. അതുകൊണ്ടാണല്ലോ പുള്ളിക്കാരനെ ഈ പരിപാടിക്ക് തിരഞ്ഞെടുത്തത്. മനസ്സിലായില്ലേ? ഔസേപ്പിതാവ് മരണം കുഞ്ഞിൻ്റെ തല വെട്ടാൻ പോകണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എത്രയും വേഗം പോകണ്ടേ? അവരൊരു കഴുതയുടെ പുറത്ത് കുഞ്ഞിനെയും വെച്ച് പിടിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ചിലവ് ചെയ്യാൻ അത്യാവശ്യം ഉണ്ടായിട്ട് പോലും ചിലവ് കുറച്ചിട്ടാണ് ആ മനുഷ്യൻ ജീവിത ചിലവ് നടത്തിക്കൊണ്ട് പോയത്. അതുകൊണ്ട് എന്താണ്, ഈജിപ്തിൽ ചെന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റി. പണി പഠിച്ചെടുക്കണവരെ ഈ പൊന്നൊക്കെ പണയം വെച്ച് അങ്ങനെ ജീവിക്കാൻ പറ്റി. അപ്പോൾ ദൈവം നമുക്കൊരു അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനത് നമ്മൾ വായിച്ചില്ല. അതായത് ഫറവോൻ്റെ സ്വപ്നം എന്താ? ഫറവോൻ്റെ സ്വപ്നം ഇത് തന്നെയാണ്. ഫറവോ കണ്ടത് ഒരു 7 മെഴുത്ത പശുക്കൾ. 7 മെഴുത്ത പശുക്കളെയാണ് ആദ്യം സ്വപ്നം കാണുന്നത്, അഭിവൃദ്ധി. അപ്പോൾ ജോസഫിനെ കൊണ്ടുവന്നപ്പോൾ ചോദിച്ചു, എന്താണ് 7 മെഴുത്ത പശുക്കൾ? ആ മെല്ലിച്ച പശുക്കൾ തിന്നു കളഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജോസഫ് പറഞ്ഞ്, സമൃദ്ധിയുടെ 7 വർഷം വരാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ അതാണ് മെഴുത്ത പശുക്കൾ. പിന്നെ വരാൻ പോകുന്നത് മെല്ലിച്ച പശുക്കളാണ്. ഈ മെല്ലിച്ച ദാരിദ്ര്യത്തിൻ്റെ, അതായത് കാർഷിക തകർച്ചയുടെ, കാലാവസ്ഥ ദുരിതത്തിൻ്റെ കാലത്ത് നൈലിൽ അവിടെ കൃഷിയെല്ലാം തകരും. അപ്പോൾ ഈ പട്ടിണിക്കാലത്ത് നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ മാത്രമേ, നല്ല സമ്പത്ത് കാലത്ത് സൂക്ഷിച്ചു വെച്ചാൽ മാത്രമേ പട്ടിണിക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് അത്. ഇപ്പോൾ ഒരു അഭിവൃദ്ധി ഉണ്ടായാൽ ഈ വിഷയമല്ല, എല്ലാ വിഷയവും അങ്ങനെയാണ്. പണസംബന്ധമായ വിഷയം മാത്രമല്ല, ഈ സ്നേഹത്തിൻ്റെ വിഷയമായാലും നമുക്കൊരു കാലത്ത് കുറേ സ്നേഹം കിട്ടും, പിന്നെ സ്നേഹമൊന്നും കിട്ടത്തില്ല. തെണ്ടി നടന്നപ്പോൾ സ്നേഹം കിട്ടത്തില്ല. അപ്പം നമ്മൾ നിരാശ, ഡിപ്രഷനാണെന്ന് പറഞ്ഞത്. കൃപാസനത്തിൽ കുറേ ആൾക്കാർ ഡിപ്രഷൻ എന്ന് പറയും. അതായത് വരാൻ പോണതിനെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആകസ്മികമായിട്ട് ഉണ്ടാകുന്ന ഷിവറിനെ ഇങ്ങനെ എല്ലാം നേരത്തെ അക്സെപ്റ്റ് ചെയ്യണം. വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് അത് നെഗറ്റീവ് എന്നെ പഠിപ്പിക്കുമ്പോഴേ, സുസപ്പാക്യം തിരുമേനിയാണ് എനിക്ക് എൻ്റെ കുമ്പസാരക്കാരനായിരുന്നു സെമിനാരിൽ. എൻ്റെ സ്പിരിച്വൽ ഫാദറും അദ്ദേഹമായിരുന്നു. അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, എല്ലാവരോടും പറയും അദ്ദേഹം, എക്സ്പെക്ട് ദ ബെസ്റ്റ്. എന്നുവെച്ചാൽ ഒരു കാര്യത്തിൽ ഏറ്റവും മോശമായത് പ്രതീക്ഷിക്കുക. അപ്പോൾ കിട്ടണത് നമുക്ക് നല്ലതായിരിക്കും, അല്ലെങ്കിൽ കിട്ടണത് നമുക്ക് അതിനേക്കാൾ മോശമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആശ്വാസം. പക്ഷെ നമ്മൾ നല്ലത് പ്രതീക്ഷിച്ചിട്ട് മോശം കിട്ടിയാൽ താങ്ങാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഔസേപ്പിതാവിനെ സംബന്ധിച്ചിടത്തോളം പൊന്ന് കിട്ടിയപ്പോൾ അത് സൂക്ഷിച്ച് ജീവിച്ച്, അതുപോലെ എല്ലാ കാര്യങ്ങളും നാളെ നോക്കിക്കൊണ്ട് ജീവിക്കാനും ജീവിത ചെലവുകളെ ഒരു ഡിസിപ്ലിനറി കൊണ്ടുവരാനും ഔസേപ്പിതാവും തിരുക്കുടുംബവും ഒക്കെ നമുക്ക് നല്ല മാതൃകയാണ്. അവർക്ക് അങ്ങനെയുള്ളവർക്കാണ് ഈ പൊന്നൊക്കെ കിട്ടുന്നത്.
സൂക്ഷിക്കലെന്ന് കണ്ടാലും കിട്ടത്തില്ല. അതെപ്പോഴും സൂക്ഷിച്ചേക്കണം. ക്രിസ്മസ് നൽകുന്ന ഏറ്റവും നല്ല സന്ദേശം അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും.